എല്ലാവരെയും സുനൂസ് ബയോസ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ +1 ബയോളജി ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2018 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടത്തിയിരിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ നോട്ട് ബുക്കും പേനയുമായി റെഡി ആയിക്കോളൂ പരീക്ഷ എഴുതാൻ. മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചില ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു വരുന്നതായി കാണാം. അതുകൊണ്ട് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ആ പോർഷൻ പഠിക്കാൻ സഹായിക്കും. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമാണ്. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്താൽ 3 മാർക്കും ലഭിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് സീക്വൻസസ്? 4 തരത്തിൽ സീക്വൻസസുകൾ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായത് തിരഞ്ഞെടുത്ത് എഴുതണം. ഇവിടെ സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള വ്യത്യസ്ത ടാക്സോണമിക് കാറ്റഗറീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശരിയായ രീതിയിൽ ഉള്ള ടാക്സോണമിക് ഹൈറാർക്കിയെ എഴുതുക. ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ സി ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആരോ എന്ന് ശ്രദ്ധിക്കുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. നൗ യു വിൽ ഗെറ്റ് 1 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം, പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കോൾഡ് ഡാഷ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിലെ ബ്ലഡ് എന്ന ടോപ്പിക്കിൽ പ്ലാസ്മ എന്ന സബ് ടോപ്പിക്കിലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ സീറം എന്ന് വിളിക്കുന്നു. ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെൻറ്റ്സ്. Plasma contains water 90%, proteins 6 to 8%, and minerals, organic substances. In addition to that, plasma proteins, albumin, globulin, fibrinogen. Fibrinogen is for clotting or coagulation of blood. Plasma without the clotting factor is called serum. Third question, note the relation in the first pair and then complete the second pair. Fasciola, liver fluke, Taenia, you have to complete it. ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിൽ ഫാഷിയോള സയൻറ്റിഫിക് നെയിമും ലിവർ ഫ്ലൂക്ക് കോമൺ നെയിമാണ്. അതുപോലെ ടേനിയ നാടവിരയുടെ സയൻറ്റിഫിക് നെയിമാണ്. അതിൻ്റെ കോമൺ നെയിം ഈസ് ടേപ്വേം. സോ ദ ആൻസർ ഈസ് ടേപ്വേം. So you will get 1 mark. 4 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്കാണ്. ഏതെങ്കിലും 9 എണ്ണം എഴുതിയാൽ മതി. ഇനി നാലാമത്തെ ചോദ്യം, എക്സ്പാൻഡ് ദ ഫോളോയിങ് ഹോർമോൺസ്. എ TSH, ബി ACTH, സി ANF, ഡി FSH. ഏത് ചാപ്റ്ററാണെന്ന് മനസ്സിലായല്ലോ? കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. Now we can go to answer. TSH, thyroid stimulating hormone. ACTH, adrenocorticotropic hormone. ANF, atrial natriuretic factor. FSH, follicle stimulating hormone. ഹാഫ് മാർക്ക് വെച്ച് 2 മാർക്ക് ടോട്ടൽ കിട്ടും. സ്പെല്ലിംഗ് തെറ്റാതെ വാക്കുകൾ എഴുതാൻ ശ്രമിക്കണം. Fifth question, observe the diagrams given below. Identify the tissue A and B. Name the specialized cells present in A and B. A and B 2 ടിഷ്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ഡയഗ്രാം വന്നിരിക്കുന്നത് എന്ന്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിലെ ആനിമൽ ടിഷ്യൂസ് എന്ന ടോപ്പിക്കിലാണ് ഈ ഡയഗ്രാംസ് വന്നിരിക്കുന്നത്. ഈ ചോദ്യം ശ്രദ്ധിച്ചാൽ സ്മോൾ എ സ്മോൾ ബി എന്ന് പറഞ്ഞ് 2 ഡിവിഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ് 2 സബ് ഡിവിഷൻസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ആൻസർ എഴുതാൻ. ആൻസർ ഓഫ് പാർട്ട് എ ഈസ് ക്യാപിറ്റൽ എ കാർട്ടിലേജ്, ക്യാപിറ്റൽ ബി ബോൺ. ബിയിൽ ചോദിച്ചിരിക്കുന്നത് കാർട്ടിലേജിലും ബോൺസിലും കാണുന്ന സെൽസ് ഏതാണ് എന്നതാണ്.
ആദ്യത്തെ കാർട്ടിലേജ് നോക്കാം. കോൺഡ്രോസൈറ്റ്സ് അല്ലെങ്കിൽ കോൺഡ്രോബ്ലാസ്റ്റ്. ബോണിലാണെങ്കിൽ ഓസ്റ്റിയോസൈറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റ്. 4 വേർഡ്സും കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക്. ആറാമത്തെ ചോദ്യം. ഗിവ് 1 വേർഡ് ഫോർ ദ ഫോളോയിങ്. എ. പ്രസൻസ് ഓഫ് 2 സെറ്റ്സ് ഓഫ് ടീത്ത് ഇൻ ദ ലൈഫ് ടൈം. ബി. ടീത്ത് ആർ പ്രസൻറ്റ് ഇൻ സോക്കറ്റ് ഓഫ് ജോ ബോൺ. ഇനി ഉത്തരം നോക്കാം. മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ 2 പ്രാവശ്യം പല്ലുകൾ രൂപപ്പെടുന്നു. ആദ്യത്തേത് പാൽപ്പല്ലുകളും രണ്ടാമത്തേത് സ്ഥിരദന്തങ്ങളും. ഇത്തരത്തിലുള്ള ദന്തവിന്യാസത്തെ ദ്വിജദന്തങ്ങൾ അല്ലെങ്കിൽ ഡൈഫയോഡോൺസ് എന്ന് പറയുന്നു. അപ്പോൾ എയുടെ ആൻസർ ഡൈഫയോഡോൺസ്. മനുഷ്യരിൽ ഓരോ പല്ലും താടിയലിലെ കുഴികളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരമുള്ള പല്ലുകളുടെ ക്രമീകരണത്തിന് കോഡരദന്തങ്ങൾ അല്ലെങ്കിൽ തീക്കോഡോൺസ് എന്ന് പറയുന്നു. ഏഴാമത്തെ ചോദ്യം. ക്ലാസിഫൈ ദ ഫോളോയിങ് ടേംസ് അണ്ടർ 2 സ്യൂട്ടബിൾ ഹെഡിങ്സ്. ന്യൂട്രോഫിൽസ്, മോണോസൈറ്റ്സ്, എസ്നോഫിൽസ്, ലിംഫോസൈറ്റ്സ് എന്നീ 4 വാക്കുകളാണ് തന്നിരിക്കുന്നത്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ലെസണിലെ ബ്ലഡിൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഫോംഡ് എലമെൻറ്റ്സ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നിങ്ങനെ 3 എണ്ണം ഉണ്ടെന്നും അതിൽ WBC അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ് 2 തരത്തിലുണ്ടെന്നും പറയുന്നു. ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ന്യൂട്രോഫിൽ, എസ്നോഫിൽ, ബേസോഫിൽ. എഗ്രാനുലോസൈറ്റ്സ് ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ് എന്നിങ്ങനെ 2 എണ്ണമാണ്. ഈ പേരുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ എഗ്രാനുലോസൈറ്റ് എന്നും ഗ്രാനുലോസൈറ്റ് എന്നും ഹെഡിങ് എഴുതി തരംതിരിച്ച് എഴുതണം. So here answer is granulocytes, neutrophils, eosinophils, agranulocytes, monocytes, lymphocytes. ഇങ്ങനെ എഴുതിയാൽ 2 മാർക്ക് കിട്ടും. Next, 8th question. Find the odd one out. Justify your answer. Sawfish, jellyfish, flying fish, angelfish, dogfish. താഴെ തന്നിരിക്കുന്ന ജീവികളിൽ വ്യത്യസ്തമായ ഒന്നിനെ തിരഞ്ഞെടുക്കുക. ഇതിൽ ഓരോന്നിനെയും പരിചയപ്പെടാം. ആദ്യത്തേത് സോഫിഷ്. സൂപ്പർ ക്ലാസ് പിസസിൽ ക്ലാസ് കോൺട്രിക്തിസിൽ അല്ലെങ്കിൽ കാർട്ടിലാജിനസ് ഫിഷസിൽ വരുന്നതാണ്. പ്രിസ്റ്റിസ് എന്നാണ് കറക്റ്റ് പേര്. രണ്ടാമത്തേത് ജെല്ലി ഫിഷാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫിഷ്. ഇറ്റ് കംസ് അണ്ടർ ഫൈലം നിഡേറിയ ഓർ സീലൻഡ്രേറ്റ. ഇറ്റ് ഈസ് എ നോൺ കോർഡേറ്റ് ഓർ ഇൻവെർട്ടബ്രേറ്റ്. അടുത്തത് ഫ്ലൈയിങ് ഫിഷ് ആണ്. ഇറ്റ്സ് സയൻറ്റിഫിക് നെയിം ഈസ് എക്സോസീറ്റസ്. ക്ലാസ് ഓസ്റ്റിക്തിസ് അല്ലെങ്കിൽ ബോണി ഫിഷസിലാണ് അത് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് മെമ്പർ ഗിവൺ ഈസ് ഏഞ്ചൽ ഫിഷ്. ഇറ്റ് ഈസ് ടീറോഫൈലം. ഇറ്റ് ഈസ് ഓൾസോ എ ബോണി ഫിഷ്. The last one is dogfish. It is otherwise called scoliodon. It belongs to chondrichthyes or cartilaginous fishes. ചുരുക്കത്തിൽ സോഫിഷ്, ഫ്ലൈയിങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഡോഗ് ഫിഷ് എന്നിവ എല്ലാം ഫിഷസ് അല്ലെങ്കിൽ പിസസിൽ പെടുന്നു. ജെല്ലി ഫിഷ് ഈസ് എ സീലൻഡ്രേറ്റ് ഓർ നിഡേറിയ. If you write jellyfish, you will get 1 mark. If you justify your answer, you will get 1 mark. So total 2 marks. 9th question. A. Identify the graph given below. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ മില്ലിമീറ്റർ മെർക്കുറി ഈസ് ഗിവൺ. വൈ ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഈസ് ഗിവൺ. ബി. ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. റെസ്പിറേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ഗ്രാഫ് വന്നിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച ചോദ്യവും. ആൻസർ ഓഫ് എ ഈസ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കർവ് ഓർ സിഗ്മോയിഡ് കർവ് ഓർ അനദർ വൺ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഇതിൽ ഏത് എഴുതിയാലും 1 മാർക്ക്.
ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ്റെ സംവഹനത്തെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ RBCയിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഒരു വർണ്ണവസ്തുവാണ്. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി സംയോജിച്ച് ഓക്സിഹീമോഗ്ലോബിൻ എന്ന അസ്ഥിര സംയുക്തം ഉണ്ടാകുന്നു. ഓരോ ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്കും പരമാവധി 4 ഓക്സിജൻ തന്മാത്രകൾ വഹിക്കാൻ കഴിയും. ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള സംയോജനം ഓക്സിജൻ്റെ ആംശിക മർദ്ദവുമായി അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്വാസകോശത്തിലെ വായു അറകളിൽ അല്ലെങ്കിൽ ആൽവിയോളസിൽ വെച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി സംയോജിക്കുന്നു. ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളിൽ വെച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുന്നു. പരമാവധി ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ ശതമാനം Y ആക്സിസിലും, അതായത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഈസ് പ്ലോട്ടഡ് ഓൺ ദി Y ആക്സിസ് ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് മാർക്ക്ഡ് ഓൺ ദി X ആക്സിസ്. ഇങ്ങനെ ചിത്രീകരിച്ചാൽ ഒരു ഗ്രാഫ് സിഗ്മോയിഡ് കർവിൽ അല്ലെങ്കിൽ S ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന ഗ്രാഫിനെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ വിശ്ലേഷണ വക്രം അല്ലെങ്കിൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നു. ഇതേ ചോദ്യത്തിലെ പാർട്ട് ബിയിലേക്ക് പോകാം. ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. ചില ഘടകങ്ങൾ ഓക്സിഹീമോഗ്ലോബിൻ്റെ സംയോജനത്തിനും അല്ലെങ്കിൽ ഫോർമേഷനും അതുപോലെ വിഘടനത്തിനും സഹായിക്കുന്നുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ PO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് PCO2, H+ അയോൺ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ എന്നീ 4 ഘടകങ്ങളാണവ. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ 1 മാർക്ക് ലഭിക്കും. ആകെ മാർക്ക് 2. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. സം കണ്ടീഷൻസ് റിലേറ്റഡ് ടു കിഡ്നി ഡിസീസസ് ആർ ഗിവൺ. അക്യൂമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്, malfunction of kidney. Question is A. Name the condition. B. In your opinion, suggest the treatments for kidney failure and acute kidney failure. Excretory products and their elimination എന്ന ചാപ്റ്ററിൽ ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ ഡിസീസ്. ഡ്യൂ ടു മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നി, യൂറിയ മേ അക്യുമുലേറ്റ് ഇൻ ബ്ലഡ്. ദറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് യുറീമിയ. It is highly harmful and may lead to kidney failure. So the answer is uremia. യുറീമിയ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ട്രീറ്റ് ചെയ്യുന്നത് ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ ഡയാലിസിസ് വഴിയാണ്. എന്നാൽ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദ ഓൺലി റെമഡി. 11th question. Identify the disorders based on the symptoms given below. A. Inflammation of joints. B. Decreased bone mass and increased chance of fracture. C. Inflammation of joints due to the accumulation of uric acid crystals. D. Rapid spasms in muscles due to low calcium ions in body fluids. Locomotion and movement എന്ന ചാപ്റ്ററിലെ ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലാർ ആൻഡ് സ്കെലിറ്റൽ സിസ്റ്റം എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ്. ഇതൊരു ബോൺ ഡിസോർഡറാണ്. ഇറ്റ് ഈസ് ആർത്രൈറ്റിസ്. സെക്കൻഡ് വൺ, ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചർ. ദാറ്റ് കണ്ടീഷൻ ഈസ് ഓസ്റ്റിയോപോറോസിസ്. തേർഡ് വൺ ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഗൗച്ച്. ഫോർത്ത് വൺ, ശരീരദ്രവത്തിൽ കാൽസ്യം അയോണുകൾ കുറയുമ്പോൾ പേശികൾ വേഗത്തിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്നു. റാപ്പിഡ് സ്പാസംസ് ഉണ്ടാകുന്നു. ഇതിനെ ടെറ്റനി അല്ലെങ്കിൽ മസ്കുലാർ ടെറ്റനി, ക്ഷതപാതം എന്ന് പറയും. പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നെയിം ഓഫ് സർട്ടൈൻ ആനിമൽസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫൈലം ഓഫ് ഈച്ച് ആനിമൽ. എ. പൈല. ബി. പ്ലൂറോബ്രാക്കിയ. സി. നീറിസ്. ഡി. ബലാനോഗ്ലോസസ്. ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ ഓരോ ഫൈലത്തിലും പെടുന്ന ജീവികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. പൈല ബിലോങ്സ് ടു ഫൈലം മൊളസ്ക.
Pleurobrachia belongs to phylum Ctenophora. Nereis belongs to phylum Annelida. Bellanoglossus belongs to phylum Hemichordata. 4 എണ്ണവും ശരിയാവുകയാണെങ്കിൽ ഹാഫ് മാർക്ക് വെച്ച് ആകെ 2 മാർക്ക് ലഭിക്കും. 13th question. Select the wrong statement regarding muscles from those given below and correct it. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് മസിൽസിനെ കുറിച്ച് തന്നിട്ടുണ്ട്. അതിൽ തെറ്റായത് തിരഞ്ഞെടുത്ത് എഴുതുക. അതിനുശേഷം കറക്റ്റ് ചെയ്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എഴുതുക. ഇനി ഓരോ സ്റ്റേറ്റ്മെൻറ്റായി വായിച്ചു നോക്കാം. A. Each muscle fiber is lined by the plasma membrane called sarcolemma. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. B. The light bands are called A band or anisotropic band. അത് wrong statement ആണ്. So we have to write B as the answer, and second half of the answer is the light bands are called I bands or isotropic bands, or we can write dark bands are called A bands or anisotropic bands. 1 മാർക്ക് വീതം രണ്ടെണ്ണത്തിനും കൂടി 2 മാർക്ക്. ഇനി ക്വസ്റ്റ്യനിലെ C. The portion of the myofibril between 2 successive Z lines is called a sarcomere. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. D. Muscles contain a red colored oxygen storing pigment is called myoglobin. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും മനസ്സിരുത്തി വായിച്ചതിന് ശേഷം മാത്രം ആൻസർ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് 14th question. A. Among the following body parts, squamous epithelium is found in dash. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. I will read the options. First one, the ducts of glands and tubular parts of nephron. Second one, the lining of stomach and intestine. Third one, the inner walls of blood vessels and air sacs of lungs. Fourth one, the inner surface of bronchioles and fallopian tubes. ഇതിൽ സ്ക്വാമസ് എപ്പിത്തീലിയം കാണുന്നത് തേർഡ് വണ്ണിലാണ്. ദ ഇന്നർ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. അതിന് 1 മാർക്ക് ലഭിക്കും. ഇനി ബി സെക്ഷനിലേക്ക് പോകാം. റൈറ്റ് എനി 1 ഫങ്ഷൻ ഓഫ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഫങ്ഷൻ ഓഫ് കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് പ്രൊട്ടക്ഷൻ or cover the dry surface of the skin or moist surface of the buccal cavity, pharynx, inner lining of ducts of salivary glands, pancreatic ducts, etc. If you write any one, you will get 1 mark. So 14th question, total mark 2. അടുത്തത് 15 മുതൽ 18 വരെയുള്ള 3 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം അറ്റൻഡ് ചെയ്യുക. 15ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷനും വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയുമാണ് തന്നിരിക്കുന്നത്. എ. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ്. ബയോമോളിക്യൂൾസ് എന്ന ലെസണിൽ എൻസൈംസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ഗ്രാഫ് വന്നിരിക്കുന്നത്. എയുടെ ആൻസർ കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എൻസൈംസ് എന്ന് എഴുതിയാലും മതി. 1.5 മാർക്ക് ലഭിക്കും. ബി പാർട്ട്, മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. ആൻസർ ഈസ് ഡിക്രീസസ് ഓർ മിനിമൈസസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഓർ ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. 1.5 മാർക്കാണ്. ആകെ 3 സ്കോർ. 16th question, complete the flowchart given below. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഫ്ലോ ചാർട്ട് നോക്കുക. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2, ബ്രെയിൻ ആൻഡ് ഡാഷ്. എ ഈസ് സ്പൈനൽ കോഡ്. അടുത്തത് ബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്, ഫോർ ബ്രെയിൻ ഡാഷ് ഹൈൻഡ് ബ്രെയിൻ. അതിൽ ബി ആണ് ഫില്ല് ചെയ്യേണ്ടത്. ബി ഈസ് മിഡ് ബ്രെയിൻ. അടുത്തത് സി മിഡ് ബ്രെയിനിൽ നിന്നാണ് ലീഡ് ചെയ്യുന്നത്. സോ സി ഈസ് കോർപ്പോറ ക്വാഡ്രിജെമിന. 4 lobes of round masses of neural tissue found on the dorsal region of the midbrain are called corpora quadrigemina. അടുത്തത് ഫോർ ബ്രെയിൻ്റെ 3 ഡിവിഷൻസ് ആണ്. സെറിബ്രം, ഹൈപ്പോതലാമസ് തന്നിട്ടുണ്ട്. മറ്റൊന്നും തന്നിട്ടില്ല. അത് ഡി എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. ഡി ഈസ് തലാമസ്.
ഫ്ലോ ചാർട്ടിൽ അടുത്തത് ഹൈൻഡ് ബ്രെയിൻ്റെ 3 ഭാഗങ്ങളാണ്. അതിൽ സെറിബെല്ലം മാത്രമേ തന്നിട്ടുള്ളൂ. ഇ ആൻഡ് എഫ് ഫില്ല് ചെയ്യണം. ഇ ഈസ് പോൺസ് വരോളി ആൻഡ് എഫ് ഈസ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. 6 ടേംസും കറക്റ്റായി ഫില്ല് ചെയ്യുകയാണെങ്കിൽ 3 മാർക്ക് കിട്ടും. 17ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫൈലം. എ. ഐഡൻറ്റിഫൈ ദ ഫൈലം. ആൻസർ ഈസ് ഫൈലം കോർഡേറ്റ. B. Name the part labeled A. Part A is nerve cord. Question C. Point out 3 fundamental characters of the phylum. Presence of notochord, presence of dorsal hollow nerve cord, presence of paired pharyngeal gill slits, post-anal tail, ventral heart. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ 1.5 മാർക്ക്. 18th and last question. Complete the table given below by using appropriate terms. 3 columns തന്നിട്ടുണ്ട്. Gland, hormone, functions. First one is pancreas glucagon A. A is increases blood sugar or maintains normal blood glucose level or hyperglycemic hormone or reduces cellular uptake of glucose and utilization or stimulates glycogenolysis or stimulates gluconeogenesis. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ 1/2 മാർക്ക്. നെക്സ്റ്റ് ഈസ് ഡാഷ് തൈമോസിൻ ഇമ്മ്യൂണിറ്റി. ബി ഈസ് ഗിവൺ. ബി ഈസ് തൈമസ് ഗ്ലാൻഡ്. അടുത്ത ഗ്ലാൻഡ് പീനിയൽ ഗ്ലാൻഡ് തന്നിട്ടുണ്ട്. ഫങ്ഷൻ തന്നിട്ടുണ്ട് 24 hour ഡയണൽ റിതം എന്ന്. സി അതായത് ഹോർമോണിൻ്റെ പേരെഴുതണം. ഹോർമോൺ ഈസ് മെലാറ്റോണിൻ. സി ഈസ് മെലാറ്റോണിൻ. അടുത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഹോർമോൺ ഓക്സിറ്റോസിൻ. അതിൻ്റെ ഫങ്ഷൻ ഡി എഴുതണം. ഡി ഈസ് സ്റ്റിമുലേറ്റ്സ് കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്, കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് അറ്റ് ചൈൽഡ് ബർത്ത് ഓർ മിൽക്ക് ഇജക്ഷൻ ഫ്രം മാമറി ഗ്ലാൻഡ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് കിട്ടും. അടുത്തത് ഇ ഫില്ല് ചെയ്യാനുള്ളത് ഗ്ലാൻഡിൻ്റെ പേരാണ്. ഹോർമോണിൻ്റെ പേര് തന്നിട്ടുണ്ട് പാരാതൈറോയിഡ് ഹോർമോൺ. ആൻഡ് ഫങ്ഷൻ തന്നിട്ടുണ്ട് ഇൻക്രീസസ് കാൽസ്യം ലെവൽ ഇൻ ബ്ലഡ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗ്ലാൻഡ് ഇ ഈസ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ദ ലാസ്റ്റ് ഗ്ലാൻഡ് ഈസ് തൈറോയിഡ്. ഇറ്റ്സ് ഹോർമോൺ ഈസ് TCT or thyrocalcitonin and its function is to be filled. The function is regulates blood calcium level, decreases blood calcium level, calcium metabolism, promotes the deposition of calcium in bone and teeth. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷനായിട്ട് ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ 1/2 മാർക്ക്. ഓരോ പോയിൻറ്റിനും 1/2 മാർക്ക് വീതമാണ്. ആകെ മാർക്ക് ഈ ക്വസ്റ്റ്യന് 3. ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആൻസർ ചെയ്യണമെന്നാണ് നമ്മൾ ഇതിലൂടെ പ്രാക്ടീസ് ചെയ്തത്. യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ് ആൻഡ് യു ഷുഡ് റൈറ്റ് എക്സാം ഇൻഡിവിജ്വലി. അങ്ങനെ വിജയത്തിലേക്ക് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. Like, share and subscribe Sunu's Bios. Thank you for watching this video.